ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗം നേരിടുന്ന സമകാലിക വെല്ലുവിളികളെക്കുറിച്ച് നിങ്ങൾ ഉന്നയിച്ച ഗൗരവകരമായ പോയിന്റുകൾ ഓരോന്നും വസ്തുതകളുടെയും റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ താഴെ വിവരിക്കുന്നു. ഒരു മതനേതാവിന്റെ പ്രസ്താവനയും നിലവിലെ സാമൂഹിക സാഹചര്യവും തമ്മിലുള്ള വൈരുദ്ധ്യം മനസ്സിലാക്കാൻ ഈ വിശകലനം സഹായിക്കും. ഇന്ത്യൻ മുസ്ലിംകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. ഒരു സമഗ്ര വിശകലനം. 1. ബുൾഡോസർ നീതി, ബുൾഡോസർ ജസ്റ്റിസ്. അടുത്തകാലത്തായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമാണിത്. ഒരു കുറ്റം ആരോപിക്കപ്പെട്ടാലുടൻ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രതിയുടെ വീടോ സ്ഥാപനമോ തകർക്കുന്നത് ഒരു ശിക്ഷാരീതിയായി മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ അംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെ ഇതിനെ മുസ്ലിംകളെ ലക്ഷ്യം വെച്ചുള്ള ഭരണകൂട നടപടിയെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. 2. ആൾക്കൂട്ട കൊലപാതകങ്ങളും ജയ് ശ്രീറാം വിളിക്കലും. പശു സംരക്ഷണം, ഗൗ രാക്ഷസ് എന്ന പേരിൽ റോഡുകളിൽ മുസ്ലിം യുവാക്കളെയും വയോധികരെയും തടഞ്ഞു നിർത്തി മർദ്ദിക്കുന്നതും നിർബന്ധപൂർവ്വം മതപരമായ മുദ്രാവാക്യങ്ങൾ വിളിപ്പിക്കുന്നതും പതിവാകുന്നു. പലപ്പോഴും ഇത്തരം കേസുകളിൽ പ്രതികൾക്ക് ഭരണകൂടത്തിന്റെ സംരക്ഷണം ലഭിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. 3. ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റം. ബാബറി മസ്ജിദ് വിധിക്ക് ശേഷം കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപത്തെ ജ്ഞാൻവാബി പള്ളി, മധുരയിലെ ഷാഹി ഈദ്ഗാഹ് തുടങ്ങിയ പള്ളികൾക്കെതിരെയും സമാനമായ അവകാശവാദങ്ങൾ ഉയർന്നുവന്നിട്ടുണ്ട്. 1991 ആരാധനാലയ നിയമം, പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് മറികടന്നുകൊണ്ടാണ് പലയിടങ്ങളിലും നീക്കങ്ങൾ നടക്കുന്നത്. 4. വിദ്വേഷ പ്രസംഗങ്ങളും രാഷ്ട്രീയവൽക്കരണവും. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ പോലും മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുന്നത് സമൂഹത്തിൽ വലിയ വിള്ളലുകളുണ്ടാക്കുന്നു. നുഴഞ്ഞുകയറ്റക്കാർ, കൂടുതൽ കുട്ടികളെ പിറന്നവർ തുടങ്ങിയ പ്രയോഗങ്ങൾ വഴി ഒരു ജനതയെ ഒന്നടങ്കം അപരവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. 5. ജാമ്യമില്ലാ തടവറകൾ, UAPA ആൻഡ് PMLA. ഭീകരവിരുദ്ധ നിയമങ്ങളുടെ മറവിൽ വർഷങ്ങളോളം ജയിലിൽ കഴിയുന്ന മുസ്ലിം യുവാക്കളുടെ എണ്ണം ഭീതിജനകമാണ്. തെളിവുകളില്ലാതെ വർഷങ്ങൾക്ക് ശേഷം കോടതികൾ ഇവരെ നിരപരാധികളായി വിട്ടയക്കുമ്പോഴേക്കും അവരുടെ യുവത്വവും കുടുംബത്തിന്റെ ജീവിതവും തകർന്നിട്ടുണ്ടാകും. 6. വോട്ടർ പട്ടികയിൽ നിന്നുള്ള പുറത്താക്കൽ. അസമിലും ബീഹാറിലും പശ്ചിമബംഗാളിലും NRC, ഡി-വോട്ടർ എന്നീ പേരുകളിൽ മുസ്ലിം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഇത് രാഷ്ട്രീയമായ അസ്തിത്വത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. 7. സാമ്പത്തിക ബഹിഷ്കരണം. ഹലാൽ സർട്ടിഫിക്കേഷൻ വിവാദം, മുസ്ലിം കച്ചവടക്കാരുടെ കടകൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾ, ഉത്തരേന്ത്യയിലെ യാത്രകൾക്കിടയിൽ കടയുടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന ഉത്തരവുകൾ എന്നിവ മുസ്ലിം സമൂഹത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണ്. നേതാക്കളുടെ പ്രസ്താവനകളും സമുദായത്തിന്റെ വികാരവും. കാന്തപുരം മുസ്ലിയാരെപ്പോലെയുള്ള പ്രമുഖ നേതാക്കൾ ഇത്തരം കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ അത് സാധാരണക്കാരായ വിശ്വാസികളിൽ വലിയ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു. ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു പ്രശ്നവുമില്ല എന്ന പ്രസ്താവന രാജ്യത്തെ ദരിദ്രരും സാധാരണക്കാരുമായ മുസ്ലിംകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ആശങ്ക. അധികാരകേന്ദ്രങ്ങളുമായുള്ള അടുപ്പം സമുദായത്തിന്റെ അവകാശങ്ങൾ ബലികഴിച്ചുകൊണ്ടാവരുത് എന്ന വികാരം അണികളിൽ ശക്തമാണ്.